കർണാടകയിലെ കലബുർഗിയിൽ ജീവനുള്ള മുതലയെ കൊണ്ടുവന്ന കർഷകരുടെ പ്രതിഷേധം. കൃഷിയിടത്തിലേക്കുള്ള വൈദ്യുതി സ്ഥിരമായി തടസ്സപ്പെടുത്തുന്നതിനെ തുടർന്നാണ് കർഷകർ പ്രതിഷേധിച്ചത്. അരുൺ പൂപ്പറയും ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, വല്ലാത്തൊരു പ്രതിഷേധമാണല്ലോ ഇത്. ആ മുതലയുടെ വായും കൈയും എല്ലാം കെട്ടിയിട്ട് എന്താണ് വിവരങ്ങൾ അരുൺ? കീർത്തന, കൽബുർഗിയിലെ അഫ്സൽപൂർ എന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഈ വേറിട്ട പ്രതിഷേധമുണ്ടായത്. അവിടെ ഈ കൃഷിയിടങ്ങൾ, പ്രത്യേകിച്ച് അവിടുത്തെ കൃഷിയിടങ്ങൾ ഈ കനാലിനോട് ചേർന്ന ഭാഗങ്ങളിലൊക്കെയാണ് കൃഷിയിടങ്ങൾ ഉണ്ടാവുക. അവിടെ ഇങ്ങനെ മുതലകൾ ഉണ്ടാവാറുണ്ട് എന്നതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു കർഷകന്റെ കൃഷിയിടത്തിൽ പുലർച്ചെ 4 മണിക്കാണ് ഈ മുതലയെ കണ്ടത്. ആ മുതലയെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കെട്ടിയിട്ട് ഒരു കാളവണ്ടിയിൽ കെട്ടിയിട്ടാണ് ഈ പ്രതിഷേധം. അവിടെ ഈ പ്രാദേശികമായി വൈദ്യുതി വിതരണം ചെയ്യുന്ന ജെസ്കോം എന്ന് പറയുന്ന കമ്പനിയുടെ ഓഫീസിലേക്കാണ് ഈ കാളവണ്ടിയിൽ ഈ മുതലയുമായി എത്തി കർഷകർ പ്രതിഷേധിച്ചത്. അവിടെ സ്ഥിരമായി ഈ കൃഷിയിടങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള വൈദ്യുതി വിതരണം മുടങ്ങുന്നു എന്നതാണ് കർഷകരുടെ പരാതി. അവർ കുറെ കാലമായി ഉന്നയിക്കുന്ന പരാതിയാണ്. അതിനൊരു സ്ഥിരമായ അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ് കർഷകരുടെ ആരോപണം. ഇത് ചൂണ്ടിക്കാണിച്ചാണ് ഈ വേറിട്ടൊരു പ്രതിഷേധത്തിലേക്ക് കടന്നത്. അതിനുശേഷം പോലീസ് അവിടെ എത്തി ഈ കർഷകരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഈ മുതലയെ വനം വകുപ്പിന് കൈമാറുകയാണ് ചെയ്തത്. എന്തായാലും ഒരുപക്ഷെ ഈ വേറിട്ട പ്രതിഷേധമാണെങ്കിൽ പോലും കർഷകർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. മുതലയുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നല്ലേ? കാരണം മുതലയെ പിടിച്ചു കൊണ്ടുവന്ന് പ്രതിഷേധിക്കുന്നത് എന്തിനാണാവോ മനസ്സിലാവുന്നില്ല. അതെ, അതാണ് മനസ്സിലാവാത്തത്. എന്നിട്ട് അവരെ ഇടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് മരിച്ചു പോകാതിരിക്കാനായിരിക്കും. പക്ഷെ ആദ്യം കീർത്തന പറയുമായിരുന്നത് കൗതുകമുള്ളൊരു പ്രതിഷേധം. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയമാണ് തോന്നുന്നത്. ഇത് കാണുമ്പോഴാണ് ഇതിനെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് മനസ്സിലാകുന്നത് എന്താണ്. പക്ഷെ അവരുടെ പ്രതിഷേധം, അവരുടെ പ്രശ്നങ്ങളൊക്കെ ന്യായമായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ വല്ലാത്തൊരു